ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ മണ്ടനെ കൊണ്ടാക്കാൻ പോകുന്നത്. ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ തോഫിക്കാണിത്. ഇവനെ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ പോകും. എറണാകുളത്ത് ഏതോ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നും പറഞ്ഞാണ് ഇവൻ ഇവിടുന്ന് രാവിലെ പോയത്. ഞാനങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ പോയതാണ്. പക്ഷേ ഇവനെ പല സമയവും രാത്രികളിൽ ഞങ്ങൾ സാരിയിൽ ഇവനെ എറണാകുളം ടൗണിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളത് ചോദിക്കാറില്ല, അത് അവൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞങ്ങൾ ചോദിക്കുക. അപ്പോഴാണ് ഗൈസ് ഞങ്ങൾ ഈ സുന്ദരമായ സ്ഥലം കണ്ടത്. ഇതാണ് ഫാത്തിമ കോളേജ്. ഒരുപാട് ഫാത്തിമമാരുള്ള ഫാത്തിമ കോളേജ്. വാവ്! അങ്ങനെ കോളേജ് കണ്ടപ്പോൾ ഞങ്ങളെ വണ്ടി ഒരു ഇടത് സൈഡിലോട്ട് പോയെങ്കിലും അവനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറിയപ്പോഴത്തേക്കും മറ്റൊരു കൂട്ടുകാരൻ വന്നു. അവനാണ് തൗഫീഖ് ബീഡി. ഈ മൂക്കിന് താഴെ 8 ഇഞ്ച് മീശ വെച്ചിരിക്കുന്ന ഇവനാണ് എൻ്റെ കൂട്ടുകാരൻ തൗഫീഖ് ബീഡി. ഇവനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവൻ എന്നെ വിളിച്ചുകൊണ്ട് പോയത് സ്വിമ്മിംഗ് പൂളിലേക്കാണ്. സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചാൽ വെളുക്കും എന്നിവൻ പറഞ്ഞു. ക്ലോറിൻ വെള്ളം വളരെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവൻ്റെ കൂടെ കയറി പോയത്. അപ്പോഴാണ് ഞങ്ങൾ ഈ തൂണിൻ്റെ ബാക്കിൽ ഒരു പയ്യനെ കണ്ടത്. ഇവൻ എൻ്റെ ക്യാമറ കണ്ടപ്പോൾ അവിടെ കയറി ഒളിച്ചു. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൻ്റെ അരികിൽ മുഴയുള്ള നിക്കറുമിട്ടി കൂൾമമ്മനെ കാത്തിരിക്കുന്ന എൻ്റെ കൂട്ടുകാരനാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ തോന്നിയ ദിവസം കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ 2-3 പിള്ളേർ വന്ന് ഈ ബിഗ് ഫാൻ എന്നും പറഞ്ഞ അവന്മാർ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. ഗൈസ് അങ്ങനെ അവന്മാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇക്ക എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി കാണിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു ആക്ടിങ് കാണിച്ചു കൊടുത്തു. അത് കണ്ടുടനെ അവന്മാർ പോയി ഗൈസ്. പിന്നെ എന്നെ അവന്മാർ മൈൻഡ് പോലും ചെയ്തില്ല. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ കുളിയും കഴിഞ്ഞ് ഞാൻ തൗഫീഖ് ബീഡിയെ വീട്ടിലാക്കിയിട്ട് നേരെ ഞാൻ വാപ്പിച്ചെടുത്ത് ചെന്നു. എന്നിട്ട് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്നേഹമുള്ള വാപ്പിച്ചി നേരെ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് ലേത്തായ്സ് മെഹബൽ മന്തിയിലാണ്. ഒരുപാട് വെറൈറ്റി ഫുഡുകളുള്ള ലേത്തായ്സിലാണ്, പള്ളിമുക്കിൻ്റെ സ്വന്തം ലേത്തായ്സിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. ഫുഡ് വരുമല്ലോ എന്ന് ഓർത്ത് സന്തോഷിച്ചിരിക്കുന്ന വാപ്പിച്ചയും അതിനപ്പുറത്ത് വിഷമത്തോടിരിക്കുന്ന ടൈഗർ ഷിബിയാണ് ഞാനിന്ന് കണ്ടത്. പെണ്ണുമ്പിള്ള വാപ്പാക്ക് വിളിച്ച എൻ്റെ വിഷമത്തിലാണ് എൻ്റെ കൂട്ടുകാരൻ ടൈഗർ ഷിബി ഇരിക്കുന്നത്. ഇന്ന് ഞാൻ കോളേജിൽ പോകുന്നില്ല എന്ന് പെണ്ണുമ്പിള്ള പറഞ്ഞപ്പോൾ പോയേ പറ്റത്തോളം എന്ന് പറഞ്ഞ് കലിപ്പൻ കാമുകനായതാണ്. അവള് വാപ്പാക്ക് വിളിച്ചിട്ട് ഇറങ്ങിപ്പോയി. വാപ്പ വിഷമത്തിലാണ് അങ്ങനെ ടൈഗർ ഷിബിയുടെ വിഷമം കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വിശന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തു. യു ആർ നൗ സെലിബ്രിറ്റി. വ്ലോഗിൽ വരുമെന്ന് പറഞ്ഞ ഉടനെ ഞാൻ ചുമന്നുടുപ്പിട്ടാൻ മാറി പോ 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 എന്നുള്ള എക്സ്പ്രഷനാണ് അവിടെ നിന്ന് ഇട്ടത്. മുഖം പൊത്തിയിരിക്കുന്നത് കേസി പിടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കണ്ടത് ഫുഡ് പെട്ടെന്ന് വരണേന്ന് പറഞ്ഞ് പടച്ചോൻ്റെ അടുത്ത് ദുആ ചെയ്യുന്ന വാപ്പിജിയാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ചങ്ക് പൊട്ടി പെണ്ണും പിള്ളയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്ന എൻ്റെ കൂട്ടുകാരൻ ടൈഗർ ഷിബിയാണ്. അങ്ങനെ ടൈഗർ ഷിബിയുടെ പാട്ട് കേട്ട് തളർന്നപ്പോൾ ഞങ്ങളങ്ങനെ മൊജീറ്റോ എടുത്ത് കുടിച്ചു. ഒന്നും പറയാനില്ലായിരുന്നു. സെറ്റ് സാധനമായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിന് വിരാൻ വിട്ടുകൊണ്ട് ഫുഡ് ടേബിളിലേക്ക് വന്നു ഗൈസ്. ടേബിളിൽ വന്നുടനെ വാപ്പ ആ ഫോൺ എടുത്ത് പൊക്കി പിടിച്ചു. ഗൈസ് ഇതാണ് ചെമ്മീൻ. ചെമ്മീൻ കണ്ടോരെ ഞങ്ങളെ വാപ്പയെ കണ്ടോരെ. ചിക്കൻ ഫ്രൈഡ് റൈസും നൂൽ പൊറോട്ടയും ചെമ്മീൻ കറിയും അതുപോലെ തന്നെ ചിക്കൻ്റെ മറ്റൊരു ഡിഷും പിന്നെ ഒരു പച്ച കളർ കറിയാണ് ഗൈസ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഫുഡെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. മൊജിറ്റോസ് ആണെങ്കിലും കറികളാണെങ്കിലും എല്ലാം ഞങ്ങൾ പക്ക സാറ്റിസ്ഫാക്ഷൻ ആയി ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബില്ലടക്കാൻ ചെന്നപ്പോഴാണ് കൗണ്ടറിൽ ആ പയ്യൻ പറഞ്ഞാൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ എടുക്കൂ, ഞാനൊന്ന് ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ വീണ്ടും എടുത്തു. ഹൈ ബ്രോ.